Hello everyone, welcome to our channel. Welcome to Africa by Ajia. ഇന്ന് നമ്മൾ സലൂണിലാണുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ പ്രിസീലയുടെ ഹെയർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അത് വാഷ് ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളുടെ ആശാന്റിയുടെ ഷോപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് പ്രസീലയുടെ ഹെയർ വാഷ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് സലൂണിൽ എന്തൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഇത് ഡിഫറെൻറ്റ് ഐറ്റംസ് ആയിട്ടുള്ള വിഗുകളാണ്. എന്തോ ഡിഫറെൻ്റ് അടിപൊളിയായിട്ടുണ്ട്. ഡിഫറെൻ്റ് ഐറ്റംസ് ആയിട്ടുള്ള വിഗുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കവറിൽ വെച്ചിട്ടുള്ളത് എക്സ്റ്റെൻഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് ഡ്രസ്സ് ചെയ്ത് തരും. പിന്നെ അടുത്തുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു വലിയ മിററുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതാണ് ഉഗാണ്ടയിലെ ഒരു സലൂൺ. ഇത് ക്രീംസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു ഷോപ്പാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു സലൂണിലോട്ട് വരുന്നത്. ഇവിടെയാണ് ഇത് എങ്ങനെയൊക്കെയാണ് വാഷ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കാണിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സിസ്റ്റർ, what is that? What's your plate? This is shampoo. ഷാമ്പു ആണ്. Brazil is enjoying. Mama Sandy, how much is the wig? Expensive. Yeah. Okay. There is 100. 100. Which is 100? 200, 100. Oh, ഈ കാണുന്നതെല്ലാം 100, 200 ഒക്കെ ആവും. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. Washing is how much? How much? Washing is how much? 6,000. 6,000. Yeah. Oh, is how much? Your hair. Yeah. Your hair is for 10. 10. എൻ്റെ ഹെയർ ആണെങ്കിൽ 10,000 ആവും. ഇങ്ങനത്തെ ഹെയർ എല്ലാം 6,000 ആണ്. ഇതൊക്കെയാണ് അവരുടെ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് വാഷിങ് കഴിഞ്ഞു. അങ്ങനെ പ്രസീല ഇവിടെ ഇരിപ്പുണ്ട്. പ്രസീല, how do you feel? Treatment. Okay. Yeah. After you're going to boat dry. Okay. അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ക്രീം അപ്ലൈ ചെയ്തു. അതിന് ശേഷമാണ് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ബ്ലോ ഡ്രൈ ആണ് ചെയ്യുന്നത്. How many years have you been working here? Yes. Salon. Oh. Salon. Salon. How many? Yeah, there are very many. I can't tell. Okay. There are very many salons here. Now, how many years you are working? Me? My years? It's now 4 years. Okay. Sandy 4 years ആയിട്ട് സലൂണിൽ വർക്ക് ചെയ്യാണ്. Mugenda kwerabanga ke kuba wakubiridde sito badde walanyi wajjayo digiri engeri ഒരു 3 മിനിറ്റിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. hair food. Okay. Do the blow dry again. Hair food. Yeah, this is hair food. Hair food. Yeah, hair food. Okay.
ഹെയറൊക്കെ ഡ്രൈ ചെയ്തതിന് ശേഷം ഹെയർ ഫുഡ് അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അതെ, അങ്ങനെ ഇതാ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വകഞ്ഞെടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് സ്കാൽപ്പിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും ഹെയറിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോയി കിട്ടി. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, പാർട്ട് 1 കണ്ടവർക്കറിയാം, പ്രിസീലയുടെ ഹെയർ പ്ലേറ്റഡ് ഹെയർ ആയിരുന്നു. ആ പ്ലേറ്റഡ് ഹെയർ എല്ലാം കട്ട് ചെയ്ത പിന്നലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഏകദേശം നമ്മൾ 1 മണിക്കൂറിൽ കൂടുതലെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ സലൂണിൽ വന്നേക്കുന്നത്. സലൂണിലെ വാഷിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 1 മണിക്കൂറായി. ഈ പുതിയ ഹെയർ പ്ലേറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഏറ്റവും കുറഞ്ഞത് ഒരു 3 to 4 മണിക്കൂർ എടുക്കും. അങ്ങനെയുള്ള ഈ തിക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെയർ പ്ലേറ്റ് ചെയ്തിട്ട് വെക്കുന്നത്. അത് പ്ലേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും വാഷ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണമാണ് അവർക്ക് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാനെല്ലാം പറ്റാത്തത്. Again, okay. നമ്മൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു, ഡ്രൈയിങ് ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇനി ഇത് എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്നാണ് പുള്ളിക്കാരത്തി ചോദിക്കുന്നത്. നല്ല ക്രൗൺ പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്കതൊന്ന് തൊട്ട് നോക്കണമെന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. Wow, nice. You going to plate now? Swahili. We're going to try. We're going to make Swahili. Mufumbo. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ലോക്കിംഗ് ചെയ്യുന്നത്. Prissy, it's painful? No. ഇത് ശരിക്കും നല്ല പെയിൻഫുൾ ആണ്. പിന്നെ ഇവരിത് ചെയ്ത് അവർക്ക് അതൊരു പെയിൻഫുൾ അല്ലാന്ന് തോന്നുന്നതാണ്. പക്ഷെ ശരിക്കും പെയിൻഫുൾ ആണ്. ലാസ്റ്റ് സമയം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ വേദനിച്ചു. അശാന്തി, എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയല്ല, അതുകൊണ്ടാണ് അവർ ചിരിക്കുന്നത്. യെസ്, വാട്ട് ഈസ് ദ എക്സ്പീരിയൻസ്? Oh, but you can speak English. Yeah. Experience? Yes. I have experience for 3 years. 3 years. Yes. Okay. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരത്തിക്കുള്ളത്. ഇത് പുള്ളിക്കാരത്തിയുടെ ഓൺ ഷോപ്പാണ്. Yes, it's your own shop? Yes, this is my own shop. Wow, that's great. Okay. I have somebody, but today is not allowed. Okay, that means you're boss. My own boss lady. Yeah, boss lady. ഓക്കെ, ഇവിടെ വേറൊരാളും കൂടി ഉണ്ട് പുള്ളിക്കാരത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നൊരു ഓഫാണ്. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരത്തി വന്നു. ഫൈനൽ സ്റ്റേജിൽ എത്തി. ഏകദേശം 1/2 മണിക്കൂർ എടുത്തു ഇതെല്ലാം കൂടി ഇങ്ങനെ കെട്ടി ഇങ്ങനെയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടുണ്ട്. You did it well. It's nice. ഇനി അടുത്ത് ഇതിനുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിത് പോവാൻ സമയമായി. നന്നായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. നല്ല രസമാട്ടോ. എനിക്ക് ഈ ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വാട്ട് ഈസ് ദ ഹെയർ സ്റ്റൈൽ നെയിം? സ്വാസ്. ഈ ഹെയർ സ്റ്റൈലിൻ്റെ പേരാണ് സ്വാസ്. ദിസ് നെയിം കമ്മിങ് ഫ്രം സ്വഹീലി. ഓക്കെ, ഇത് ഇത്രയും കൂടെ ചെയ്തപ്പം എമ്മയൊക്കെ ഓൾ ടുഗെദർ എമ്മയൊക്കെ ഇത് എത്രയും കൂടെ നമുക്ക് ചെയ്തപ്പോഴത്തേക്കും 10,000 ആണ് ആയിട്ടുള്ളത്. 10,000 യുഗാണ്ടൻ ഷില്ലിങ്സ്.
Thank you so much. Ashande, thank you so much. Welcome. You made it very well. Thank you too. അപ്പോൾ ദേ പ്രസീലയുടെ ഹെയർ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർ യു ഹാപ്പി മൈ ഡിംപിൾ ഗേൾ? അപ്പം നമ്മുടെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഹെയർ ഡ്രസ്സൊക്കെ ചെയ്ത ഒരു ചെറിയൊരു സലൂണാണ്, പക്ഷെ നന്നായിട്ട് പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. നല്ല കസ്റ്റമർ കെയറും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.